എല്ലാത്തിനും കാരണം ഇയ്യാ നാ കൊണ്ട് പുഴുങ്ങി തിന്നണ്ട 20,000 ഉറുപ്പ്യ. എടോ നമ്മൾ രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരാ. വെറുതെ ആണോ പോലീസ് നമ്മൾ രണ്ടുപേരുടെയും പേര് കേസെടുത്തത്? രണ്ടാളും മരപ്പൊട്ടന്മാരാ. എത്ര ആൾക്കാരാ പരീക്ഷയ്ക്ക് ആൾമാറാട്ടം നടത്തിന് പിടിച്ചെന്നറിയോ? ഈ വാർത്ത നിങ്ങൾ വായിച്ചില്ലേ? അതിന് രണ്ടാളും പേപ്പർ വായിച്ചിട്ട് വേണ്ടേ? എനിക്കിപ്പോ കേസിന്റെ കാര്യം ആലോചിച്ചിട്ടല്ല ടെൻഷൻ, എന്റെ പൊരയിലെങ്ങനെ കയറുന്ന ആലോചിച്ചിട്ടാ. അന്റെ ഉമ്മ ഒരു സംഭവം തന്നെ കേട്ടോ. നിന്നോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചില്ലേ? ആൾമാറാട്ടം നടത്തിയ കുറ്റത്തിന് നിനക്ക് തന്ന ശിക്ഷ കൊള്ളാം. നീ ശരിക്കുള്ള റിസ്വാനാണെന്നും ആൾമാറാട്ടക്കാരനല്ലെന്നും തെളിയിക്കുക. അതൊരു നല്ല ഐഡിയ. ഞാൻ എങ്ങനെ തെളിയിക്കാനാണ്? എടാ വേണമെങ്കിൽ ഞാൻ നിന്റെ ഉമ്മാനോട് സംസാരിക്കാം. നിന്റെ നിഴലങ്ങാൻ എന്റെ പൊരേന്റെ പരിസരത്ത് കണ്ട എന്റെ ഉമ്മച്ചി നിന്നെ വെച്ചേക്കല. അതുകൊണ്ട് തടി കേടാണ്ടെങ്കിൽ ആ വൈക്ക് പോകണ്ടെന്നോ? ആ എടാ പിന്നെന്താ ഒരു സൊല്യൂഷൻ നീ പറയും? ഞാൻ ഇത്താത്തന്റെ കയ്യിൽ ഒരു ദയാഹർജി കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിന് മറുപടി കിട്ടിയാ അതിനനുസരിച്ച് ചെയ്യാം. എന്ത് തയ്യാർജി? എന്നെ വീട്ടിൽ തിരിച്ചെടുക്കാൻ എന്ത് ശിക്ഷ സ്വീകരിച്ചോളാന്ന് പറഞ്ഞിട്ട്. കാര്യങ്ങളൊക്കെ എന്തായി? എത്ര ആൾമാറാട്ടത്തിന്റെ കൂലി ഇവന്റെ അടുത്ത് വാങ്ങിയേ? 20,000 ഉറുപ്പ്യ. ഇനി ആൾമാറാട്ടം നടത്തില്ല എന്ന് 20,000 തവണ എഴുതി കൊണ്ടുവന്നാ വീട്ടിൽ കയറ്റുന്ന ഉമ്മച്ചി പറഞ്ഞു. അതുവരെ ഇടാനുള്ള ഡ്രസ്സും എഴുതാനുള്ള പേപ്പറും. അല്ല എത്രയും തവണ എഴുതണോ? എനിക്ക് 20,000 ഞാനും തിരിച്ചു കൊടുത്തു തന്നടാ. അപ്പൊ പിന്നെ ഇനിയും പൊസിഷൻ എഴുതണ്ടല്ലോ. ഉണ്ട്. അത് എഴുതാണ്ട് എന്തായാലും പിന്നെ പൊരയിലേക്ക് ഉമ്മച്ചി കയറ്റൂല. എന്നാ പിന്നെ എഴുതി തുടങ്ങിയോടാ. അല്ല നിങ്ങളൊന്നും സഹായിക്കുന്നേ? ഞങ്ങൾക്ക് തിരക്കട്ടെ, പോടാ. ശരി ഇത്താത്തെങ്കിലും പോയിക്കോ. ഈ മാത്രം ഇവിടെ നിന്നിട്ട് ആയിക്കോട്ടെ.